രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏറ്റവും അനുയോജ്യനായ നേതാവ്. അദ്ദേഹം ഇന്ത്യയിലെ തെരുവുകളിലൂടെ നടക്കുന്നു. ജാതിയെയും മതത്തെയും കുറിച്ച് പറയുന്നുണ്ട്. അത് രണ്ടും വിദ്വേഷത്തിനു വേണ്ടി ഉപയോഗിക്കേണ്ടതല്ല, മനുഷ്യന്റെ സ്നേഹമാണ് എല്ലാത്തിനും മുകളിൽ വേണ്ടത് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും ഭരണഘടനയെയും കുറിച്ച് ജനങ്ങളോട് സംസാരിക്കുന്നു. സ്നേഹത്തെക്കുറിച്ച് നിരന്തരം പറയുന്നു. ഇന്നത്തെ ഇന്ത്യയിൽ മനുഷ്യനെ ജാതിയുടെയും മതത്തിന്റെയും എല്ലാം പേരിൽ, വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും എല്ലാം പേരിൽ, സമ്പത്തിന്റെ പേരിൽ വേർതിരിച്ചു കാണുന്ന മനുഷ്യർക്ക് വലിയ സ്വീകാര്യത കിട്ടുന്ന ഇന്നത്തെ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി പതിയെ നടന്ന് ഒരു വലിയ സാഗരമായി മാറുന്നുണ്ട്. ബീഹാറിലെ സസാറാമിൽ നിന്ന് ആരംഭിച്ച് 16 ദിവസം 25 ജില്ലകളിലൂടെ സഞ്ചരിച്ച് 1700 കിലോമീറ്ററുകൾ പിന്നിട്ട് പട്നയിൽ സമാപിച്ച റാലി, ആ റാലി രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ കൂടുതൽ സ്ഫുടം ചെയ്തെടുക്കുന്നുണ്ട്. 10,000-കണക്കിന് ജനങ്ങളാണ് രാഹുലിന്റെ റാലിയിൽ ഓരോ ജില്ലയിലും പങ്കെടുത്തത്. സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിൽ നിന്നുള്ള മനുഷ്യൻ പ്രതീക്ഷയോടുകൂടി രാഹുൽ ഗാന്ധിയെ കാണുന്നു. ഞങ്ങളുടെ വോട്ട് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നവർക്കെതിരെ പോരാടാൻ മുന്നോട്ട് പോകുന്ന രാഹുൽ ഗാന്ധിക്കൊപ്പം ഞങ്ങളുമുണ്ട് എന്ന് അവർ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇന്ത്യൻ ജനാധിപത്യം ഒരു നേതാവിനെ തിരഞ്ഞ കാലമുണ്ടായിരുന്നു. അന്ന് BJPയും സംഘപരിവാറിലെ മറ്റു പാർട്ടികളും പപ്പു എന്ന് വിളിച്ച് അധിക്ഷേപിച്ച ആ യുവാവ് ഇപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവലാളായി മാറിയിരിക്കുന്നു എന്ന് ബീഹാർ സാക്ഷ്യം പറയുന്നു. നമസ്കാരം.